നമ്മൾ മഴ വരുമ്പോഴാണ് എല്ലാവർക്കും പനി പിടിപെടുന്നത്. അപ്പോൾ ബിക്കോസ് അതാണ് മഴക്കാല രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് കുറേ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ കുറേ വ്ളോഗ്സും ഈ പറഞ്ഞ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നമ്മളുടെ അന്തരീക്ഷത്തിലും നമ്മളുടെ ഒരു എൻവയൺമെന്റിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വെള്ളം ഒഴുകിപ്പോയി ഇത് കാരണം പല രീതിയിലുള്ള അണുക്കൾ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുകയും അതിൻ്റെ വ്യാപനം കൂടുന്നൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് പലപ്പോഴും കൂടുതൽ വരുന്നത് ഇപ്പോൾ കൊതുകിൻ്റെ ഒരു വളർച്ചയാണ്. അപ്പോൾ കൊതുക് ജന്യമായിട്ടുള്ള രോഗങ്ങൾ കൂടാൻ തുടങ്ങും. പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് ഏഡീസ് ഈജിപ്തി പരത്തുന്ന നമ്മളെ ഡെങ്കിപ്പനിയാണ്. ഇതല്ലാതെ നമ്മളെ നാട്ടിൽ തന്നെ ഈ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ ആണെങ്കിലും ഉണ്ടെന്ന് പറയാവുന്ന ജപ്പാൻ ജ്വരം, ഈ വെസ്റ്റ് നൈൽ പനി എന്നുള്ള രീതിയിലുള്ള പല പനികളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇത് അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ വെള്ളം, ഭക്ഷണം, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള അണുബാധകളും ഇൻഫെക്ഷൻസും കൂടാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. ബിക്കോസ് മഴ പെയ്യുമ്പം ജലജന്യ രോഗങ്ങളുടെ വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നത് കൂടുതലും വെള്ളം വഴി വരുന്ന അസുഖങ്ങളാണ് ഈ എലിപ്പനി. പിന്നെ അതിൻ്റെ കൂടാതെ തന്നെ ഈ വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നൊക്കെ വരുന്ന രീതിയിലുള്ള പനികളാണ് ഈ ടൈഫോയിഡ് പനി, ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ വരിക അതിനുശേഷം ഇങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ കൂടുതൽ കഴിഞ്ഞ ഒരു 5-10 വർഷമായി കാണുന്നത് ഈ ടൈഫോയിഡിന്റെ പനിയും വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ ഒക്കെ ഒരു പെരുമാറ്റ രീതി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഞങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, സാധാരണഗതിയിൽ ഒരു മഞ്ഞപ്പിത്തം ഉണ്ടാക്കിയിട്ട് ഒരു 99.9% ആളുകൾക്ക് നോർമൽ റിക്കവറി തരുന്ന ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു ഹെപ്പറ്റൈറ്റിസ് എ. പക്ഷെ കഴിഞ്ഞ ഒരു 5 വർഷമായി കേരളത്തിൽ ഒരുപാട് ഹെപ്പറ്റൈറ്റിസ് എ കാരണമുള്ള മരണങ്ങളും അത് കാരണം വൃക്കയുടെ തകരാറും പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഇപ്പൊ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയൊന്നും പലർക്കും വലിയ രീതിയിൽ ധാരണയില്ല. പക്ഷേ ആർക്കും തന്നെ അറിയാത്തൊരു കാര്യമാണ് ഈ പറയുന്ന സെയിം ഹെപ്പറ്റൈറ്റിസ് എ, അതേപോലെ തന്നെ ടൈഫോയിഡിനൊക്കെ ഇന്ന് വാക്സിനുകൾ ലഭ്യമാണ്. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എയിൽ 2 തരം വാക്സിനുകളുണ്ട്. അതായത് 2 ഡോസ് എടുക്കേണ്ട രീതിയിലുള്ള ഒരു ഹാവ്രിക്സ് എന്ന് പറയുന്ന ഒരു വാക്സിനും അതേപോലെ 1 ഡോസ് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു വാക്സിനും ഇന്ന് ലഭ്യമാണ്. അപ്പൊ ഈ പറയുന്ന വാക്സിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള മഴക്കാലത്ത് കൂടി വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ടൈഫോയിഡിന് ഗുളികയായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ഡ്രോപ്പ് ആയിട്ട് കുടിക്കുന്ന രീതിയിലുള്ള ഓറൽ വാക്സിനും അതേപോലെ തന്നെ ഇഞ്ചക്ഷനായി എടുക്കുന്ന വാക്സിൻ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ ഇതുപോലുള്ള ഒരു ഹൈ റിസ്ക് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ഒരു മോഡേൺ ഒരു രീതിയാണല്ലോ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ഫുഡിന് പുറത്ത് പോവുക, സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡാണ് ആക്ച്വലി. ബീച്ചിൻ്റെ അവിടെയൊക്കെ പോയി നമ്മൾ ബേസിക്കലി അവിടെ കിട്ടുന്ന റോഡ് സൈഡ് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം എന്താണ്, നമ്മളിപ്പോൾ എപ്പോഴും പറയല്ലോ കുലുക്കി സർബത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ചെത്ത ഐസ് പോലുള്ള സാധനങ്ങളൊക്കെ, ഇതിലൊക്കെയുള്ള വെള്ളമാണ് പലപ്പോഴും വില്ലനാവുന്നത്. അല്ലെങ്കിൽ ഈ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ അത് എത്ര നാൾ സൂക്ഷിക്കുന്നുണ്ട്, വൃത്തിയായിട്ടാണോ സൂക്ഷിക്കുന്നത് എന്നുള്ളതിനൊന്നും ബേസിക്കലി നമുക്ക് തന്നെ അറിയാം. ഈവൻ ദോ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. അപ്പൊ ഇത് കാരണം ഉണ്ടാവുന്ന പല ഇൻഫെക്ഷൻസിലും ഈ പറയുന്ന പ്രതിരോധം സ്വീകരിക്കുന്നത്, അത് നമ്മളെ റിസ്ക് ബിഹേവിയർ കൂടി ഇതുപോലുള്ള ഫുഡ് കഴിക്കാനുള്ള പ്രവണത കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ആ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ആണ് കൂടുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ വാക്സിനുകൾ പലപ്പോഴും ഇതിനൊരു ഉത്തരമായി നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ വേറൊരു കാര്യം, എലിപ്പനിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇന്നൊരു പക്ഷേ കേരളത്തിൽ നമ്മളൊരു ഇതുപോലെ വരുന്ന ഒരു ഇൻഫെക്ഷനിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് നമ്മൾ കാണുന്നത് എലിപ്പനിയിലാണ്. അൺഫോർച്ചുനേറ്റ്ലി പല പേഷ്യൻസും നമ്മൾ ലേറ്റ് ആയി വരുമ്പോൾ നമുക്കത് ബേസിക്കലി അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ട്. സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം പലപ്പോഴും അവരവരുടെ ഫാമിലിയുടെ ഒരു ബ്രെഡ് വിന്നർ ആയിട്ടുള്ള, നിങ്ങൾ പറഞ്ഞ പോലെ യുവപ്രായക്കാരായിട്ടുള്ള 30-35 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെയാണ് ഈ എലിപ്പനി കാരണമൊക്കെ മരിക്കുന്നത്. മറ്റു അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഹൈ റിസ്ക് ബിഹേവിയേഴ്സ്, എഗെയിൻ നമ്മൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വെള്ളത്തിലും ഇതിലൊക്കെ ചവിട്ടി, ഈ പറഞ്ഞ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ റോഡ് സൈഡിൽ ഒരു മഴ പെയ്തതിന് ശേഷം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ചവിട്ടിയൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ എലിപ്പനി പലപ്പോഴും വരാം. അപ്പൊ ഇങ്ങനെ ഹൈ റിസ്ക് ബിഹേവിയർ, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ സ്ഥിരമായി നമ്മളുടെ ജോലിയുടെ ഒക്കെ ഭാഗമായി എപ്പോഴും പറമ്പിലും പാടത്തും ഈ വെള്ളത്തിലേക്കൂടെയൊക്കെ എന്നും ചവിട്ടി പോകുന്ന റിസ്ക് കൂടുതലുള്ളവരാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ കളിക്കാൻ ഈ ഡോക്സിസൈക്ലിൻ പോലുള്ള പ്രതിരോധ ഗുളികകളുണ്ട്. ഈ പ്രതിരോധ ഗുളികകൾ കഴിക്കുന്ന സമയത്ത് ഈ ഹാർട്ട് പേഷ്യൻസ് കഴിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അതിലെന്തെങ്കിലും അപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എസ്പെഷ്യലി നമ്മളിപ്പം ഡോക്സിസൈക്ലിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഹാർട്ട് പേഷ്യൻസിന് ആ ഒരു റിസ്ക് അങ്ങനെ ഇല്ല. പക്ഷെ ചില മരുന്നുകൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ ആ മരുന്നിന്റെ എഫക്ട്സും സൈഡ് എഫക്ട്സും ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പലതിനും പ്രതിരോധം എന്ത് വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡോക്സിസൈക്ലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു റിസ്ക് നിലവിലില്ല.
ഈ എലിപ്പനി തടയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം. ഈ മഴക്കാല സമയത്താണല്ലോ ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പൊ അതെ. ഈ കപ്പങ്ങയുടെ ഇലയില്ലേ, അത് ജ്യൂസാക്കി കുടിച്ചു കഴിഞ്ഞാൽ എലിപ്പനി തടയാൻ നല്ലതാണെന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നാട്ടിൻപുറത്തൊക്കെ. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രീയമായി ഇതുവരെ നടത്തിയ പഠനങ്ങളിൽ അങ്ങനെ ഒരു ഡെഫിനിറ്റ് അസോസിയേഷൻ ഒന്നും അതിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതേ ഉദാഹരണം കൂടുതൽ എലിപ്പനിയേക്കാളും കൂടുതൽ ഡെങ്കിപ്പനിയിലാണ് എല്ലാവരും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ കൂടുതൽ ചെയ്തു വരുന്നതായിട്ട് കാണുന്നത്. അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ കപ്ലങ്ങയുടെ ഈ തളിരിലയൊക്കെ ബേസിക്കലി ബോയിൽ ചെയ്ത് കുടിക്കുക, അല്ലെങ്കിൽ ഈ കിവി പഴം കഴിച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൂടും, അല്ലെങ്കിൽ നമ്മുടെ മാതളനാരങ്ങ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെങ്കി സീസൺ ബേസിക്കലി ഇപ്പോൾ ഡെങ്കി സീസൺ വരുവാണ്. അപ്പം ഇതിലിങ്ങനെ വാർഡിലൊക്കെ ഫുൾ ഈ മാതള നാരങ്ങയുടെ ഒരു പൂരാണ്. അപ്പം ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 3 മുതൽ 5 ദിവസം വരെ പനിക്കും. പക്ഷെ ഡെങ്കിയുടെ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും തുടങ്ങുന്നത് പനി മാറിയതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് പലപ്പോഴും 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ്. അത് കഴിഞ്ഞിട്ട് പനി മാറി ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തന്നെയേ കൂടാൻ തുടങ്ങും. അതൊരു നാച്ചുറൽ പ്രക്രിയയാണ്. അതിനൊരു നാച്ചുറൽ എവല്യൂഷൻ എങ്ങനെയാണ്, ആ വൈറസ് അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പനിയായി 4ാമത്തെ ദിവസം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1 ലക്ഷമാണ്, 5ാമത്തെ ദിവസം അത് 50,000. ഇപ്പോൾ നോർമൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണ്, 80,000. അടുത്ത ദിവസം നോക്കുമ്പോഴേക്കും അത് 30,000. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പാനിക്കാണ്. അയ്യോ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരുവാണല്ലോ, ഇതിങ്ങനെയാണെങ്കിൽ ബ്ലീഡിങ് സംഭവിക്കും, ഞാൻ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞുള്ളൊരു പാനിക്ക് വരുമ്പം കുറേ ആളുകൾ പറയും ഈ കപ്പളങ്ങ പുഴുങ്ങി അത് കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കിവി പഴം കഴിച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞ് ഇത് കഴിക്കാൻ തുടങ്ങും. ഇപ്പം നോർമൽ കോഴ്സിൽ തന്നെ ഈ ഡെങ്കിപ്പനിയുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 8ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് പലപ്പോഴും പിക്കപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ മിക്കവാറും ഏറ്റവും ലോവസ്റ്റ് പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ കാണുന്നത് ഈ 6ാമത്തെയോ 7ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും. 20,000 30,000 എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറയും ഓക്കെ ഇതിന് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ബ്ലഡായിട്ട് നമ്മൾ ഇറക്കണം എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങുന്ന ഒരു സമയത്ത് പറയും ഇതിൻ്റെ കൂടെ നീ ഒരു കാര്യം ചെയ്യും, ഈ പറയുന്ന ഇതൊക്കെ കഴിക്കുമെന്ന് പറയും. പക്ഷെ ഇതിൻ്റെ ഒരു നാച്ചുറൽ റിക്കവറി പാറ്റേൺ ഉണ്ടല്ലോ, ഈ 9ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് പ്ലേറ്റ്ലെറ്റ് കൂടാൻ തുടങ്ങും. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ കപ്പളങ്ങയും എന്നെ ഇതൊക്കെ പുഴുങ്ങി ഇതൊക്കെ കഴിച്ചുകൊണ്ടാണ് കൗണ്ട് കൂടിയത് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് ആ രോഗത്തിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി പലപ്പോഴും അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു കൺഫൗണ്ടിങ് എഫക്റ്റ് എന്നാണ് ഞങ്ങൾ ഇതിനെ ശാസ്ത്രീയമായി വിളിക്കുന്നത്. ഇപ്പോൾ എനിക്ക് സാധാരണ ഒരു പനിയാണോ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ഉള്ള സമയത്ത് എനിക്ക് വന്നാക്കുന്നത് ഒരു സാധാരണ പനിയാണോ, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ കുറച്ച് മോഡേൺ കൺസെപ്റ്റ്സും കൂടി എനിക്ക് പറയാനൊരു അവസരം കിട്ടുന്നൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈവൻ ഗവൺമെൻറ് ഗൈഡ് ലൈനിൽ പോലും നമ്മളെപ്പോഴും പലപ്പോഴും പറയുന്നത് പനി ഉണ്ടെങ്കിൽ ഒരു 3 ദിവസത്തിലധികം നിൽക്കുന്ന ഒരു പനി എന്നുള്ള രീതിയിലാണെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ്. ഇതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മളൊരു 100 ആളുകൾക്ക് പനി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 90% മുതൽ ഒരു 85% വരെ വളരെ ഹാംലെസ് ആയിട്ടുള്ള വൈറൽ ഫ്ലൂ പനികളൊക്കെ ആയിരിക്കും. 100-ലധികം വൈറസുകൾ നമുക്ക് ഈ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസുകളുണ്ട്. അതിൽ പിന്നെ കൺവെൻഷണൽ ആയിട്ട് കാണുന്ന കൊറോണ വൈറസുകൾ, ഇതുപോലെ റൈനോ വൈറസ്, അഡിനോ വൈറസ് എന്നൊക്കെ പറയുന്ന പലതരം വൈറസ് അണുബാധകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള അണുബാധകൾ വരുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളെ പ്രതിരോധ വ്യവസ്ഥ, അത് ബേസിക്കലി ഓരോ കുഞ്ഞു കുഞ്ഞു ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് അതിനൊരു ട്രെയിനിങ് കിട്ടുന്നത്. ഇപ്പം നമുക്കൊരു മിലിറ്ററി ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഈ ഒരു മിലിറ്ററിക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഇവർ 10 വർഷം അവരെ വെറുതെ ഇങ്ങനെ ഇരുത്തി അതിന് പെട്ടെന്ന് ഒരു ദിവസം യുദ്ധത്തിന് കൊണ്ടുപോയിക്കാൻ എങ്ങനെയുണ്ട്, അതിന് അവർക്ക് പൊരുതാനുള്ള ഒരു ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള ടാലൻറ്റോ അല്ലെങ്കിൽ അതിന് സ്കില്ല് അവർക്ക് കിട്ടില്ല. അതേപോലെ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും കുറച്ച് കൊച്ചുനാൾ മുതലേ കുറച്ച് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് വേണം അതിന് ആ ട്രെയിനിങ് കിട്ടാൻ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇൻഫെക്ഷൻസ് ഒക്കെ ആക്ച്വലി നല്ലതാണ്, വലിയ പ്രയാസമില്ലാത്ത. അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ചെറിയ വൈറൽ പനികളൊക്കെ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ലോ ഗ്രേഡ് പനിയായിരിക്കും. എന്ന് വെച്ചാൽ ചെറിയൊരു ബോഡി പെയിൻ ഒക്കെ അനുഭവിക്കും, അതായത് കുറച്ച് മസിൽ പെയിൻ, ഇച്ചിരി നടുവേദന, അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു തുമ്മൽ ഒന്ന് കൂടി വരിക, അല്ലെങ്കിൽ തൊണ്ടയിലൊരു കുത്തുന്ന പോലൊക്കെ ഒരു വേദനയും, ഒരു ചെറിയൊരു കുത്തിയുള്ള കഫമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചുമയും ഒരു ചെറിയ തലവേദനയൊക്കെ ആണെങ്കിൽ ഇതാണ് ഒരു ക്ലാസിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു നോർമൽ ഫീവർ ആയിട്ടുള്ള വൈറൽ ഫീവർ എന്ന് പറയുന്നത്. ഈ വൈറൽ ഫീവറിൻ്റെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 ദിവസം വരെയാണ് അത് പലപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ പനി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ പനി കൂടി വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാണ് കൺവെൻഷനിൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ എലിപ്പനിയുടെയും
ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് പോലുള്ള പനികളുടെയൊക്കെ പ്രവർത്തന രീതിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രോഗവ്യാപ്തിയും അല്ലെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്, അതിൻ്റെ ബിഹേവിയർ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ക്ലാസിക്കൽ പഠനം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് എലിപ്പനിയിൽ ഒരു 5-6 ദിവസം പനിച്ചു കഴിഞ്ഞാലും ഇതുപോലുള്ള മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഈ പറഞ്ഞ കിഡ്നിക്കുള്ള തകരാറുകളൊക്കെ സംഭവിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണെന്നാണ്. പക്ഷെ കഴിഞ്ഞൊരു 10 വർഷത്തോളമായി നമ്മൾ കാണുന്ന പല മരണം നടക്കുന്ന എലിപ്പനികളിലും 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം തന്നെ രോഗിക്ക് കിഡ്നിയൊക്കെ ഫുൾ തകരാറിലായി രക്തം ഛർദ്ദിച്ച് പനി വന്ന് 3-ാമത്തെയോ 4-ാമത്തെ ദിവസവും മരിക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈവൻ നമ്മളിപ്പോൾ പറഞ്ഞ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിലൊക്കെ പലപ്പോഴും ഈ മസ്തിഷ്ക ജ്വരം വന്നു കഴിഞ്ഞാൽ 4-ാമത്തെ ദിവസങ്ങളിലൊക്കെ മരണം സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 3 ദിവസം എന്നൊരു യൂണിഫോം സ്റ്റാൻഡേർഡ് എല്ലാ ഇൻഫെക്ഷൻസിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പറ്റില്ല. അപ്പോൾ ഒരു മോഡേൺ കോൺസെപ്റ്റ് എന്ന് എനിക്ക് പറയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈവൻ ഒരു ദിവസത്തെ പനിയാണെങ്കിലും അതൊരു 103 ഡിഗ്രിയുടെ ഒക്കെ മുകളിലാണെങ്കിൽ, യൂഷ്വലി ഒരു വൈറൽ പനിയിലൊക്കെ ഒരു 100-101 വരെയൊക്കെ യൂഷ്വലി പനിക്കാറുള്ളൂ. ഒരു 103 ഡിഗ്രിയുടെ മുകളിലൊക്കെ ഒരു പനി ഒരു ദിവസമാണെങ്കിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലും ഈവൻ നമ്മളിപ്പോൾ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ അതൊരു ചെറിയൊരു റെഡ് ഫ്ലാഗ് ആണ് ആക്ച്വലി. ബിക്കോസ് ഒരു അത്രയും ഫസ്റ്റ് ഡേ തന്നെ അത്രയും ഒരു ഹൈ ഗ്രേഡ് ആയിട്ട് പനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ആക്ച്വലി കൺസൾട്ട് സംബഡി. ഒരു ബേസിക്കലി ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിനിലെങ്കിലും കാണിച്ചിട്ട് നമ്മൾ അതിനൊരു ഇവാലുവേഷൻ നടത്തുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഇപ്പം പനിയുള്ള ദിവസത്തിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ തന്നെ ഒരു പരസ്പര വിരുദ്ധമായി സംസാരിക്കുക, ഒരു ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയും, ബോധം കുറച്ച് കുറഞ്ഞ രീതിയിൽ ഉറക്കത്തിനൊക്കെ വിളിച്ചാൽ എണീച്ചാൽ നമ്മൾക്ക് തിരിച്ച് പ്രതികരിക്കുന്നൊന്നും തൃപ്തികരമല്ല, വലിയ രീതിയിൽ റെസ്പോൺസ് കുറവാണ്, എല്ലാന്നുണ്ടെങ്കിൽ അവസ്മാരൊക്കെ വരിക, ഇതല്ലാതെ എന്തെങ്കിലും പിന്നെ ഇപ്പോൾ ഒരു പിന്നെ ചുമ വന്നപ്പോൾ അതിൽ നിന്ന് രക്തം വരിക, അതുപോലെ കുറച്ച് നമുക്ക് തന്നെ ഏകദേശം തോന്നുമല്ലോ ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് നോർമലല്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു പനിയൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ ഡേ 1 തന്നെ കാണിക്കേണ്ടതാണെന്നേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് അതൊരു വളരെ ക്ലിയർ ഒരു ലൈനൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. ചില ഇൻഫെക്ഷൻസ് ചിലപ്പം ഈവൻ എലിപ്പനി പോലും അത്ര സിവിയർ അല്ലാതൊക്കെ ആയിരിക്കും തുടങ്ങുക, പക്ഷെ അത് ചിലതിൻ്റെ പ്രോഗ്രഷൻ ഇപ്പം വളരെ വേഗത്തിലായിരിക്കും. അപ്പോൾ അതുപോലുള്ള റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ ഐഡിയലി കാണിക്കണം. പക്ഷെ ജനറൽ തിങ് ഈസ് ഒരു കോമൺ, നിങ്ങൾ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള വൈറൽ പനികളൊക്കെ ഒരു 3 മുതൽ 5 ദിവസത്തിൽ ഫുള്ളി നമ്മൾ ഓക്കെ ആവും.